ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നൊരു റൈഡായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. വീട്ടിലിരുന്ന് പോസ്റ്റായി അവസാനം എങ്ങോട്ടെങ്കിലും പോകാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സമയം 4 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. നല്ല വെയിലാണ് കേട്ടോ. 4 മണി 4:30 ആയിട്ടുണ്ട് കേട്ടോ. 4:20 എന്നിട്ടും നല്ല വെയിലിൻ്റെ കാഠിന്യം ഇപ്പോഴും നന്നായി ശക്തിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് നാളായി ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയിട്ട് കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ. വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. നമുക്ക് കൂടുതൽ സമയം കളയാതെ നമുക്ക് നേരെ പോകാം. കാരണം 4:30 നമുക്ക് സൺസെറ്റിനൊക്കെ മുമ്പ് അവിടെ എത്തിയാലേ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ഞാൻ വർക്കലയ്ക്കാണ് കേട്ടോ പോകുന്നത്. വർക്കല ക്ലിഫ് ആ ഭാഗത്തോട്ടാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. നമുക്ക് ഇപ്പോൾ കൂടുതൽ സമയം കളയാതെ പോവാം. അപ്പോൾ എൻ്റെ കഴിഞ്ഞ പൊന്മുടി വ്ളോഗിലും അതുപോലെ തന്നെ റോസ്മല വ്ളോഗിലൊക്കെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ഇന്ന് എൻ്റെ കൂടെ വരുന്നത്, ദർശൻ. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ദർശൻ ആരാണെന്ന്. എന്തായാലും ദർശൻ കഴക്കൂട്ടത്ത് വെയിറ്റ് ചെയ്യും. നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 22 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 22-24 കിലോമീറ്റർ ഉണ്ട് നമുക്ക് കഴക്കൂട്ടത്തോട്ട് എത്താനായിട്ട്. അവിടെ ചെന്ന് നമുക്ക് ദർശനം കൂട്ടി നേരെ വർക്കലയ്ക്ക് പോകാം. ഞാനൊരു ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടം വരെ പോയത്. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ റൗണ്ട് അടിച്ച് പോകുന്നതേ ഉള്ളൂ. ഒരു പ്രൈവസി ഇഷ്യൂ, ഷൈ ഇഷ്യൂ കാരണമാണ് അവിടം വരെ പോയിട്ടൊരു ഇൻട്രോ എടുക്കാൻ ശ്രമിച്ചത്. സോ ഇതാണ് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രമാണ് കേട്ടോ അത്. പിന്നെ പറയാനാണെങ്കിൽ ഞാനൊരു പുതിയൊരു ഗ്ലൗസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. റൈനോക്സ് അർബൻ പ്രോ സീരീസിൽ പെടുന്നൊരു ഗ്ലൗസാണ്. അത്യാവശ്യം നല്ലൊരു ഗ്ലൗസാണ് കേട്ടോ. നല്ല പ്രൊട്ടക്ഷനും അതുപോലെ നല്ല ലുക്കും ഉള്ളൊരു ഗ്ലൗസാണ്. ഫുൾ ബ്ലാക്ക് ഗ്ലൗസാണ് കേട്ടോ. ഇത് വന്നിട്ടിപ്പോൾ ഒരു ദിവസമായിട്ടേ ഉള്ളൂ, ഇന്നലെ വന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ബ്രേക്കിംഗ് പീരീഡിലാണ് ഇപ്പോൾ ഇത് ഉള്ളത് കേട്ടോ. അതിൻ്റേതായ ചെറിയൊരു ഡിസ്കംഫർട്ടേ ഉള്ളൂ. ഇതിൽ നേരത്തെ ഉണ്ടായിരുന്നത് ആൽപൈൻ സ്റ്റാർസിൻ്റെ ഒരു ഫുൾ ഗോംഗ്ലെറ്റ് ഗ്ലൗസാണ് കേട്ടോ. ലോങ് റൈഡ്സിലൊക്കെ നല്ല സേഫ്റ്റിയും നല്ല ലുക്കും ഉള്ളൊരു ഗ്ലൗസ് തന്നെയാണ്. പക്ഷേ അത് പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് ഊരാനും അത് ഇടാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അത് എപ്പോഴും. പിന്നെ അത് കുറച്ച് ഹെവിയും കൂടെയാണ്. ഇത് നമുക്ക് ആമസോണിൽ 2200 റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. ഞാൻ കുറേ നോക്കി സെലക്ട് ചെയ്തൊരു സാധനമാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഫുൾ ബ്ലാക്കാണ് കേട്ടോ. ഞാൻ എപ്പോഴും ബ്ലാക്കാണ് പ്രിഫർ ചെയ്യുന്നത്. അത്യാവശ്യം പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് സ്ലൈഡേഴ്സും ഇതുപോലെ ഈ ഭാഗത്തെ റൈനോക്സ് എന്ന് എഴുതിയ ഒരു ബ്ലാക്ക് റബ്ബർ ടൈപ്പ് ഒരു സംഭവം കൂടെ ഉണ്ട്. അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷനാണ്. ഫിംഗേഴ്സിലൊക്കെ നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റൈഡും കാര്യങ്ങളും ഈ മാസം അങ്ങനെ ഇല്ലായിരുന്നു. കഴിഞ്ഞ മാസവും അങ്ങനെ ഇല്ലായിരുന്നു. ഞങ്ങളാകെ അവസാനം പോയത് വരാട്ടുമേടൊക്കെയാണ്. അപ്പോൾ RTR ആയിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു ചെറിയൊരു ട്രിപ്പ് പോകുന്നത്. ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ നമ്മുടെ ആ ട്രിപ്പ് എന്തായാലും നടക്കും. ഞാൻ ഏതാണെന്ന് സ്ഥലം ഇപ്പോൾ പറയുന്നില്ല, അത് ചെറിയൊരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. തമിഴ്നാടാണ്, നല്ല തണുപ്പുള്ള സ്ഥലമാണ്. ഇവിടുന്ന് നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് അത്യാവശ്യം ഒരു നല്ലൊരു ദൂരമുള്ളൊരു സ്ഥലം കൂടെയാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ പ്ലാനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മിനിമം ഒരു 4 ദിവസമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടെങ്കിലും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അവിടെ പറ്റുള്ളൂ. ഫുൾ ഡേ ഡ്രൈവ് ഉണ്ട് ഇവിടുന്ന്. എന്തായാലും നമ്മൾ വെളുപ്പിന് ഇറങ്ങിയാലും വൈകിട്ടൊരു 4 മണി 5 മണി ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ RTR എന്ന് പറഞ്ഞതൊരു എന്താ പറയുക, റോഡ് ഫോക്കസ്ഡ് ഒരു ടൂറിങ് ആ ഒരു കാറ്റഗറിയിൽ പെടുന്നൊരു വണ്ടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരിക്കലും എക്സ്ട്രീം ഓഫ് റോഡൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ജിക്സറിൽ പോയത്. അതാകുമ്പം നമുക്ക് അത്യാവശ്യം കുറച്ച് ഇതിനേക്കാളും വെയിറ്റ് കുറവാണ്. കുറച്ചുകൂടി എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതും കൊണ്ട് അത് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ അറിയാം. ഇട്ടുപോലെയാണത് മലയൊക്കെ കയറി പോയത്. ഇതും കൊണ്ടാണ് പോയിരുന്നെങ്കിൽ എന്തായാലും മിനിമം ഇതിൻ്റെ സ്റ്റെമ്പും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലിരുന്നേനെ. ഇതും കൊണ്ട് അങ്ങനെ ഓഫ് റോഡ് പോകാൻ അത്രയും കോൺഫിഡൻസ് ആയിട്ടില്ല. കാരണം കയ്യിൽ നിന്നൊക്കെ പോയാൽ ഇതിൻ്റെയൊക്കെ സ്പെയർ കിട്ടാനും പാടാണ്. അതുപോലെ തന്നെ ഇവരുടെ സർവീസും അറിയാമല്ലോ, TVSൻ്റെ സർവീസ് എങ്ങനെയാണെന്ന്. സോ നമ്മളായിട്ട് തന്നെ ഒരു പണി ഉണ്ടാക്കി അവർക്ക് കൊടുത്താൽ പിന്നെ വണ്ടിയൊക്കെ അവിടെ 2 ആഴ്ചയോ 3 ആഴ്ചയോളം അവിടെ ഇരിക്കും. ജിക്സറിൻ്റെ എന്തെങ്കിലും പോയാൽ തന്നെ നമുക്ക് തന്നെ അത് ചിലപ്പം സ്പെയർ മാറ്റിയിടാവുന്ന കാര്യങ്ങളൊക്കെ കാണുള്ളൂ. മെയിനായിട്ട് വരുന്ന പ്രോബ്ലംസ് മാത്രമേ നമുക്ക് സർവീസ് സെൻറ്ററിൽ കാണിക്കേണ്ട കാര്യമുള്ളൂ. ജിക്സറിൽ ഞാൻ തന്നെയാണ് അതിൻ്റെ ഓയിലും കാര്യങ്ങളൊക്കെ മാറുന്നത്. ഓയിൽ ഫിൽറ്ററും എയർ ഫിൽറ്ററൊക്കെ ഞാൻ തന്നെയാണ് മാറുന്നത്. ആർക്കും ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ മാറാവുന്നതേ ഉള്ളൂ. അതൊക്കെ വെറുതെ അതിനുവേണ്ടി വർഷോപ്പിൽ ഇപ്പോൾ എക്സ്ട്രാ പൈസ കളയേണ്ട കാര്യമില്ലല്ലോ. ഇതിൻ്റെയൊക്കെ എൻജിൻ്റെ ഈ ടാങ്കിൻ്റെ താഴെയാണ് അതിൻ്റെ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഊരണമെങ്കിൽ തന്നെ ഇത് ഫുള്ളും നമ്മൾ അഴിക്കേണ്ടി വരും. പോരാത്തതിന് ഇതൊക്കെ സെൻസർ എവിടെയൊക്കെയാണ് ഇതിൻ്റെ സെൻസർ ഇരിക്കുന്നതെന്ന് ഒരു പിടിയില്ല. ഈ
ഒക്ടോബർ മാസമായിട്ടും മഴയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇങ്ങോട്ട് ട്രിവാൻഡ്രത്ത് അങ്ങനെ മഴയും കാര്യങ്ങളൊന്നുമില്ല. നല്ല വെയിലാണ് എപ്പോഴും. ചൂടെന്നൊക്കെ പറഞ്ഞാൽ രാത്രി നമുക്ക് ഒട്ടും കിടക്കാൻ പറ്റാത്ത രീതിക്ക് ഉള്ള ചൂടാണ്. ഇപ്പോൾ സമയം 4:30 ആയിട്ടേ ഉള്ളൂ. പക്ഷേ സൂര്യൻ നിൽക്കുന്നുണ്ടല്ലേ, നമുക്കൊരു 2 മണി 3 മണി ആ ഒരു ടൈമിൻ്റെ പോലെയാണ് നമുക്ക് സൂര്യനൊക്കെ നിൽക്കുന്നത്. ലുലു മോളിൽ എപ്പോഴും തിരക്ക് തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് എപ്പോഴും ഇവിടെ. പോയതാണ് കേട്ടോ BMW G310. അപ്പോൾ അത് ഡിസ്കണ്ടിന്യൂ ആയി. പക്ഷേ നല്ല ലുക്കുള്ളൊരു വണ്ടിയായിരുന്നു. RTRൻ്റെയും 310ൻ്റെയും എൻജിൻ സെയിം ആണ്. ബാഡ്ജിങ്ങിൻ്റെ ഒരു വ്യത്യാസത്തിലുള്ള ആ ഒരു പ്രൈസ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പ്രൈസും ഏകദേശം സെയിം ആണ്. പക്ഷേ സർവീസ് കോസ്റ്റ് മാത്രമാണ് ഇച്ചിരി BMW കൂടുതൽ. ആ ബ്രാൻഡ് വാല്യൂവിൻ്റെ ആ ഒരു റേറ്റ് നമുക്കതിൽ കാണാം. ഏകദേശം എനിക്ക് തോന്നുന്നു പെയ്ഡ് സർവീസ് ആണെങ്കിൽ അറൗണ്ട് 15,000 ഒക്കെയാണെന്ന് തോന്നുന്നു എനിക്ക് അതിൻ്റെ ബില്ല് വരുന്നത്. ഞാൻ ഈ വണ്ടിയൊക്കെ നോക്കി നടക്കുന്ന സമയത്ത് പണ്ട് ഇതൊക്കെ എടുക്കുന്നതിന് മുമ്പ് 310 എനിക്ക് ഭയങ്കര ക്രേസ് ഉള്ളൊരു വണ്ടിയായിരുന്നു കേട്ടോ, GS 310. വണ്ടിയുടെ വില ഞാൻ നോക്കിയപ്പോൾ കുഴപ്പമില്ല, 3.5-4 ഉള്ളൂ. പക്ഷേ അത് എടുത്ത ആൾക്കാരോടൊക്കെ എൻ്റെ സർവീസിനൊക്കെ പറ്റിയൊക്കെ ചോദിച്ചപ്പോഴാണ് കേട്ടോ ഞാൻ ഞെട്ടിപ്പോയത്. കാരണം അതിൻ്റെ സ്പെയറിനും അതുപോലെ തന്നെ സർവീസ് കോസ്റ്റും ഒക്കെ നമുക്ക് വിചാരിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. അറൗണ്ട് 18,000 ഒക്കെ ബില്ല് വന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, 4 സർവീസും 3rd സർവീസും ഒക്കെ. നമ്മൾ എന്തെങ്കിലും ഭാവിയിൽ അതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാവുമെങ്കിൽ നമുക്ക് BMW വണ്ടിയൊക്കെ എടുക്കാം എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ഇതെടുക്കുമായിരുന്നു കേട്ടോ. ആകുമ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കും, വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് എന്ന് വെച്ച് ഇത് തീരെ വിലക്കുറവെന്നല്ല, BMW വെച്ച് നോക്കുമ്പോൾ ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ സർവീസിനും സ്പെയർ പാർട്സിനൊക്കെ. സോ നമ്മളിപ്പോൾ ഇൻഫോസിസിൻ്റെ അവിടെ എത്തി. ഇനി കുറച്ചേ ഉള്ളൂ കേട്ടോ, ഇനി ഏകദേശം ഒരു 10 കിലോമീറ്ററിനകത്ത് ഉള്ളൂ നമുക്ക് കഴക്കൂട്ടം വരെ എത്താനായിട്ട്. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല, നല്ല തിരക്കാണ്. ഇവിടെ റോഡിൽ പെയിൻ്റ് അടി നടക്കുകയാണ് ഗൈസ്, അതാണ് ഇത്രയും ബ്ലോക്ക്. പെയിൻ്റ് അടിയാണോ അതോ വേറെ? മറ്റേ ആ റിഫ്ലക്ടർ ഇല്ലേ, അത് ഫിറ്റ് ചെയ്യണം കേട്ടോ, അതിൻ്റെയാണ് ഈ തിരക്ക്. ഇതാ കണ്ടോ. ഞങ്ങളിപ്പം പോകുന്നത് ബീച്ച് റോഡ് വഴിയാണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് കിളിമാനൂർ എത്തുന്നതിന് മുമ്പ് കഴക്കൂട്ടം കഴിഞ്ഞിട്ട് ഇടത്തോട്ടൊരു ഡിവിയേഷനുണ്ട്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പുണ്ട്, അവിടെയാണ് നമ്മൾ ദർശൻ നിൽക്കുന്നത്. ആ ദർശൻ്റെ വണ്ടി കണ്ടു. കുറേ നേരമായി വന്നിട്ട്. പോവാം വാ. ചൂട് കാറ്റാണ് കേട്ടോ അടിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു അകത്തൊക്കെ ഞാൻ വേർക്കുകയാണ്. ടീഷർട്ടിനകത്ത് നല്ലതായിട്ട് ഞാൻ വേർക്കുകയാണ്. റോഡിൻ്റെ പണിയൊക്കെ എന്ന് തീരുമെന്ന് ദൈവം തമ്പുരാന് പോലും അറിയത്തില്ല. കുറേ നാളെ ഇങ്ങനെ തന്നെ കിടക്കുന്നു. ഇവിടുന്ന് നമുക്ക് ഇടത്തോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് പോകാം. ഇത് സ്ഥലത്തിൻ്റെ പേരാണ് വെട്ട് റോഡ്. നമ്മൾ വെട്ട് റോഡ് വഴിയാണ് നമ്മുടെ ബീച്ച് റോഡിലോട്ട് ചെന്ന് കയറുന്നത്. അവിടുന്ന് നമുക്ക് സ്ട്രെയിറ്റ് പോയാൽ മതി, വേറെ തിരിവും കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു പണി നടന്നുകൊണ്ടിരിക്കുന്നൊരു ചെറിയ പാലമായിരുന്നു, ഇപ്പോൾ വലിയ പാലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടിയിലേതോ ഒരു ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട് കേട്ടോ. സോ നമുക്ക് ഇവിടുന്ന് വലത്തോട്ടാണ് പോകേണ്ടത്. ഈ റൂട്ടിൽ നമുക്ക് ഇഷ്ടംപോലെ ബീച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മേനംകുളം ബീച്ചുണ്ട്, അതുപോലെ തന്നെ സെൻറ്റ് ആൻഡ്രൂസ് ബീച്ചുണ്ട്. അതൊക്കെ ഈ പോകുന്ന വഴിക്കാണ്. ഇവിടുത്തെ ഒരു വലിയൊരു പള്ളിയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു വലിയ പണക്കാരൻ്റെ വീടാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മുടെ വേളി പെരുമാതുറ റൂട്ടിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ നമ്മളിപ്പം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സൈഡ് കായലാണ്, ആ സൈഡ് കടലും. മുതലപ്പൊഴി എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. അത് കണ്ടോ, ആ ഒരു ബോട്ടിൻ്റെ അവിടുന്ന് ഒരു ട്യൂബ് പോലെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുള്ള, എനിക്ക് തോന്നുന്നത് മറ്റേ ഡ്രെഡ്ജിങ്ങിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ഇതാ അവിടുന്ന് ഒരു കടലിൽ പോയൊരു ബോട്ട് വരുന്നത് കണ്ടോ ദൂരേന്ന്. അത്യാവശ്യം നല്ല ഒരു വ്യൂ കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്, ഒരു രക്ഷയില്ല.
നമുക്ക് അവിടെ പോയി നിന്നാലും നല്ല ഭംഗിക്ക് സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ആ ഭാഗത്തൊക്കെ ആയിട്ട് അവരുടെ ഹബ്ബും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, ഈ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരുടെയൊക്കെ ഹബ്ബും കാര്യങ്ങളൊക്കെയാണ് ആ ഭാഗത്ത്. അവിടെ കുറേ ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്തിട്ടേക്കുന്ന കാണാം. സമയം 5:15 കേട്ടോ. സൺസെറ്റിന് മുമ്പ് അങ്ങ് എത്തുമോ? ഇവിടെ നല്ല വ്യൂ ഉണ്ടല്ലേ. ഒരു ബോട്ട് വരുന്നുണ്ടോ, പുറംകടലിൽ പോയി സ്രാവിനെയൊക്കെ കൊണ്ടിരുന്നേ. പോവാ. ഇഷ്ടം പോലെ നല്ല ഫ്രഷ് മീനുകളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഐസൊന്നും ഇടാത്ത നല്ല കടലിൽ നിന്ന് പിടിക്കുന്ന പച്ച മറ്റേ പെടക്കുന്ന മീനുകളൊക്കെ ഇല്ലേ, അതൊക്കെ കിട്ടും. ഞാൻ പറഞ്ഞ റൂട്ട് ഇതാണ്. ഈ റോഡ് ഇച്ചിരി ചെറുതാണ്. പാലം കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള റോഡ് ഇച്ചിരി വീതി കുറഞ്ഞതാണ്. കുറേ ആൾക്കാരൊക്കെ ആ ഭാഗത്തിരുന്ന് ചൂണ്ടിടുന്നുണ്ടോ. ഈ ഭാഗത്തോട്ടൊക്കെ വരുമ്പോൾ ഒരു വല്ലാത്തൊരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ് അല്ലേ. ആ ബീച്ചും ആ ഒരു സൺസെറ്റൊക്കെ കാണാനായിട്ടൊക്കെ വരുമ്പോൾ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് വൈബാണ് നമുക്ക് കിട്ടണത്. നന്നായിട്ട് തിരിയടിക്കുന്നുണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ട്. ഹൈവേയിൽ ഇപ്പോൾ പണി നടക്കുന്നതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാരും ഈ റൂട്ടാണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത്. കുറച്ച് ചുറ്റുള്ള വഴിയാണ്, എന്നാലും നെഞ്ചത്ത് ഇടുത്തി വീഴുന്ന പോലൊരു പാട്ട്. കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വരാൻ പറ്റിയൊരു റൂട്ടാണ് കേട്ടോ ഇത്. സോ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ അഞ്ചുതെങ്ങ് ഫോർട്ട്. അതുപോലെ നമുക്ക് അവിടെ ഒരു ലൈറ്റ് ഹൗസും കാണാം. അപ്പോൾ അത് അടച്ചിട്ടിരിക്കുകയാണ്. ലൈറ്റ് ഹൗസും എനിക്ക് തോന്നുന്നു ക്ലോസ്ഡ് ആണ് കേട്ടോ, ഇന്ന് അവധിയാണ്. സെക്കൻഡ് സാറ്റർഡേ ആണ് കേട്ടോ ഇന്ന്, അതുകൊണ്ടായിരിക്കും. ആ പോകുന്നൊരു ഇലക്ട്രിക് ബൈക്കാണ്. കൊള്ളാം, ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെപ്പോലുള്ളവർക്കൊന്നും അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. സ്കൂട്ടർ വീണ്ടും ഓക്കെ, ബൈക്കൊക്കെ ഇച്ചിരി സൗണ്ടും ആ വൈബ്രേഷനും അതൊക്കെ ഉണ്ടെങ്കിലേ നമുക്കൊരു സുഖമുള്ളൂ. അപ്പോൾ ഈ സ്ഥലമാണ് പ്രോപ്പർ അഞ്ചുതെങ്ങെന്ന് പറയുന്നത്. ഇവിടുത്തെ കടകളും വീടുകളൊക്കെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ, ഇവിടുത്തെ ആൾക്കാരും. അങ്ങനെ നമ്മൾ ആ ഇടുങ്ങിയ വഴി നിന്നും മെയിൻ റോഡിലോട്ട് വന്ന് കയറിയിരിക്കുകയാണ് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് പുത്തൻചന്ത എന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-15 കിലോമീറ്ററും കൂടെ ഉള്ളൂ നമ്മുടെ ക്ലിഫിലോട്ട്. മോളിൽ കാണുന്നത് റെയിൽവേ ബ്രിഡ്ജാണ് കേട്ടോ. തൊട്ടടുത്താണ് വർക്കല സ്റ്റേഷൻ വരുന്നത്. അങ്ങനെ നമ്മൾ വർക്കല ക്ലിഫിലോട്ടുള്ള വഴിയിൽ വന്ന് കയറിയിരിക്കുകയാണ് കേട്ടോ. 20 minutes later. അപ്പോൾ വണ്ടി രണ്ടും ആ ഭാഗത്തായിട്ട് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഒരു ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. ഞങ്ങൾ രണ്ടുപേരുടെ ഒരു ഫ്രണ്ടിനെ കാത്ത് നിൽക്കുകയാണ്. പുള്ളിക്കാരിപ്പോൾ വരും. എല്ലാവരും വരും. ഇവിടെ നിന്ന് ആൾക്കാരെ എല്ലാം പോലീസ് വന്ന് അങ്ങോട്ട് മാറ്റി കേട്ടോ. ഇവിടെ നിൽക്കാൻ പാടില്ല. ക്ലിഫ് എഡ്ജിൻ്റെ സംഭവം ഉള്ളതുകൊണ്ട് ഇവിടെ നിൽക്കുന്നവരെല്ലാം അത് അങ്ങോട്ട് മാറ്റി. ഇപ്പോൾ കയറ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നിൽക്കാൻ സമ്മതിച്ചില്ല, എല്ലാവരെയും പറഞ്ഞു വിട്ടു. അങ്ങ് ദൂരെ മറ്റേ ഫിഷിംഗ് ബോട്ടൊക്കെ പോകുന്ന കാണാം കേട്ടോ. അതുകൊണ്ട് അങ്ങ് ഫിഷിംഗ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഭാഗത്ത്. ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് സൺസെറ്റ് കാണാം. രസമുണ്ടല്ലേ കാണാൻ. ഇപ്പം വലിയ കാർമേഘമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ സൂര്യൻ നേരെ കാർമേഘങ്ങൾക്കിടയിൽ മറഞ്ഞു കേട്ടോ. നിങ്ങളെന്താ ഞങ്ങൾ പോയില്ലെന്ന് ചോദിച്ചേ? സത്യം പറയാം, ഞങ്ങൾ പോകാൻ വേണ്ടി കാത്തിരുന്നല്ലേ. നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി മറന്നോ? അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയല്ല സൺസെറ്റ് ഇല്ലായിരുന്നു. കണ്ണു പോയി. കടലിലോട്ടല്ല, വേറെ കാർമേഘങ്ങൾക്കിടയിലോട്ടാ പോയത്.
ഇഷ്ടംപോലെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ആ ഒരു ഫ്രെയിം ഒരു രക്ഷയില്ലല്ലേ, ആ ഓറഞ്ച് കളർ. ഹോളി റാബിറ്റ് റെസ്റ്റോറൻറ്റ്. അവിടെ നിന്നുള്ള വ്യൂ ഒന്നും രക്ഷയില്ല. ഇഷ്ടം സാധനം. ഒരു മീൻ ഇരിക്കുന്നുണ്ട്, ഇത് ചൂരയാണെന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര സൈസായിട്ടൊരു ചൂര. ഇവിടുത്തെ റിസോർട്ടല്ലേ? ആ, ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ ഇവിടെ? കൊള്ളാമല്ലേ, പക്ഷെ നല്ല ആംബിയൻസ് ഉണ്ട്. പിന്നെ 4 കെട്ട് സെറ്റപ്പ്. ഓ ബ്ലാക്ക് ബീച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പോകുമ്പോൾ ഓ ഈ ഭാഗത്തോട്ടൊക്കെ ലൈറ്റ് കുറവാണ് കേട്ടോ. ഈ ഹോട്ടലിൽ നിന്നൊക്കെ ഉള്ള ലൈറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് റോഡ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് മുകളിലോട്ട് പോവാണ് കേട്ടോ. വണ്ടി ഇരിക്കുന്ന സ്ഥലത്തോട്ട് ഒരു ബെയർ 650 ഇരിക്കുന്നുണ്ടോ. സമയം ഇപ്പോൾ 7:45 കേട്ടോ. നമുക്കിനി ഏതെങ്കിലും ഒരു ഹോട്ടലിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അത്രയും ദൂരം നടന്നിട്ടാണെന്ന് തോന്നുന്നു. നന്നായിട്ട് വിശക്കുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി ഫുഡും കഴിച്ചിട്ട് പയ്യെ വീട്ടിലോട്ട് പോകാം. പോവാം. നല്ലൊരു വൈബായിരുന്നു. സൺസെറ്റ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റിയില്ല. ഏകദേശം താന്ന് പോകാറായപ്പോഴത്തേക്കും ഫുൾ കാർമേഘമായി കേട്ടോ. മേഘത്തിൻ്റെ ഇടയിലോട്ടാണ് സൂര്യൻ പോയത്. നമ്മൾ ഈ ഹോട്ടലിലാണ് കേട്ടോ കഴിക്കാൻ കയറുന്നത്. ഫാബിൻ അറേബ്യ. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞൊരു കുമ്പൂച്ചയും കൂടെ കെട്ടു കേട്ടോ. എന്താ പരിപാടി? നേരെ വീട്ടിൽ പോകല്ലേ? അങ്ങനെ നമ്മൾ ഇവിടെ ചോദിക്കുകയാണ്. സമയം 8:45 കേട്ടോ. 8 മണി റേഞ്ചിൽ എന്തായാലും 10 മണി റേഞ്ചിൽ എന്തായാലും വീടെത്താനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. വിശാഖ് അതിൻ്റെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ ആ വഴിയാണ് കേട്ടോ വന്നിട്ട് വന്നത്. തിരിച്ച് നമ്മൾ ഹൈവേയിലോട്ട് കയറാൻ വഴിയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ആറ്റിങ്ങിലെത്തിയിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് പോവാം. ചേട്ടാ 550. ഓ 95 ആണേ. അങ്ങനെ 4.8 ലിറ്റർ കയറി കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. വീട്ടിൽ ഇങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ സൺസെറ്റ് കാണാൻ വന്നിട്ട് നമ്മൾ ഫുൾ ഒരു പെർഫെക്റ്റ് സൺസെറ്റ് ഒന്നും അല്ല കണ്ടത്. സണ്ണ് നേരെ കാർമേഘങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ കണ്ടത് കേട്ടോ. ഞങ്ങളുടെ 3 പേരുടെ വണ്ടിക്കും ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ ട്രിപ്പ് സെറ്റാക്കുന്നത്. NH ഫുൾ റോഡ് പണി ആയതുകൊണ്ട് തന്നെ ഫുൾ ഡൈവേർഷനാണ്. രാത്രി വരുന്നവർക്കൊക്കെ പെട്ടെന്ന് കാണണമെന്നില്ല ഈ ഡൈവേർഷനൊക്കെ. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ വരിക ഈ വഴി വരുന്നവരൊക്കെ. റോഡിലാണെങ്കിൽ പോലും വെളിച്ചവും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. പലരും ഈ ഇതൊന്നും കാണാറില്ല കേട്ടോ. പലരും ഈ ബാരിക്കേഡൊന്നും അങ്ങനെ കാണാറില്ല. ചിലപ്പോൾ ഒക്കെ വന്ന് ഇടിച്ച് കയറാറുണ്ട്. കാരണം റിഫ്ലക്ടറൊന്നും നേരെ വർക്ക് ചെയ്യുന്നില്ല. സോ ഗൈസ് അങ്ങനെ നമ്മൾ കഴക്കോട്ട് എത്തി കേട്ടോ. സമയം 9:30 കഴിഞ്ഞു. 9:36 അപ്പോൾ ദർശൻ വന്നിട്ട് ദർശനോട് ബൈ പറഞ്ഞിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം. ഭയങ്കര ട്രാഫിക് ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഓടിച്ചിട്ട് കൈ ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നുണ്ട്. ഓ ഒരു 2 മിനിറ്റ് ആയുള്ളൂ. അത്ര ഓക്കെ ടാറ്റ പറഞ്ഞേ.
സോ ഗൈസ് അതൊക്കെ തന്നെയായിരുന്നു കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ചെറിയൊരു റൈഡായിരുന്നു. അങ്ങനെ വീട്ടിൽ ബോറടിച്ചിരുന്നപ്പോൾ വെറുതെ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വലിയ റൈഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാവരും അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറെ ഒന്നുമില്ല, അത്രയൊക്കെ ഉള്ളൂ. സമയം ഇപ്പോൾ 9:50 നമ്മളൊരു 10-10:15 ആകുമ്പോഴത്തേക്കും എൻ്റെ വീടെത്തും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സോ ദിസ് മീ സോൾ വാണ്ടർ സൈനിങ് ഓഫ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഞാനൊരു കാര്യം കൂടെ പറയാനായിട്ട് വന്നതാണ്. നമ്മളിന്ന് ടോട്ടൽ 117.6 കിലോമീറ്ററാണ് കേട്ടോ ഓടിയത്. അതൊരു ആവറേജ് നമുക്ക് 37 km/ലിറ്റർ മൈലേജും കിട്ടിയിട്ടുണ്ട്. 3.1 ലിറ്ററാണ് ഫ്യൂൽ എടുത്തിട്ടുള്ളത് വണ്ടി. സോ അത് പറയാൻ വന്നതാണ്. ഓക്കെ, ബൈ.